ഇന്ത്യയിൽ നടക്കുന്ന റിലീജിയസ് ടെററിസമാണ്. ഇതാണ് മറ്റ് രാജ്യങ്ങളിലും പാകിസ്ഥാനിലാണെങ്കിലും ബംഗ്ലാദേശിലും മറ്റ് അറബ് രാജ്യങ്ങളിലും നടക്കുന്നത്. ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അവരത് ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്നു. ഇവിടെ ഒരു വിഭാഗം ഗുണ്ടകൾ അവർക്ക് കൊടുക്കുന്ന പൊളിറ്റിക്കൽ സപ്പോർട്ടോടുകൂടി അത് ഈ പറയുന്ന ഹിന്ദു രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നു. ഇതേ ഉള്ള വ്യത്യാസം. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിൻ്റെ അടുത്ത എക്സ്ട്രീം സ്വഭാവം എന്ന് പറയുന്നത് അതായത് കൊല്ലുക, കൊലപാതകം, ആ രീതിയിലോട്ടാണ് ഇനി പോകുന്നത്. ലിഞ്ചിങ്, അതായത് നേരത്തെ എത്രയോ മുസ്ലിങ്ങളെ ബീഫിൻ്റെ മേൽ കൊന്നു. ഇനി ആ സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകാൻ വേണ്ടിയാണ് ഇവർ തയ്യാറെടുക്കുന്നത്. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക, അതായത് നരേന്ദ്രമോദി ഗവൺമെൻറ് അത് പ്രൈം മിനിസ്റ്റർ ചെയ്തു. എന്തുകൊണ്ട് ഗവൺമെൻറ്റിന് ഓർഡർ ഇട്ടുകൂടാ? ഇവർക്കെതിരെ ആക്ഷൻ എടുക്കണം, ഇത് തടയണം, ഇതിന് സെക്യൂരിറ്റി കൊടുക്കണം, അതായത് ജസ്റ്റിസ് നടപ്പിലാക്കണം. എന്തുകൊണ്ട് പറയുന്നില്ല? ഇനി അത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടേ ഇവിടെ ചെയ്യത്തുള്ളൂ. ആ സ്റ്റേജിലോട്ടാ കാര്യങ്ങൾ പോകും. മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കൻ കയറി പറയും. അതോടുകൂടി നാണം കെട്ടുപോകും. അവർ പറഞ്ഞിട്ടാണ് ഇന്ത്യയുടെ നടപടി എടുക്കേണ്ടത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ഇത് തീരുമാനമെടുക്കേണ്ടത്, എങ്ങനെ പോകണം. ഇന്ത്യയിൽ മറ്റുള്ള മതവിശ്വാസക്കാർക്കും സെക്യൂർഡ് ആയിരിക്കണം. അവന് ക്രിസ്തുമസ് ആഘോഷിക്കാം, അവന് ഈദ് ആഘോഷിക്കാം, അവനെ തടയരുത്. അവനെ തടയാൻ വരുന്നവർക്കെതിരെ ഗവൺമെൻറ് ആക്ഷൻ എടുക്കണം. ഇത് ചെയ്യുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? അത് ചെയ്യാൻ വേണ്ടി 56 ഇഞ്ചിൻ്റെ ആവശ്യമൊന്നുമില്ല. നോർമൽ മനുഷ്യന് ചെയ്യാൻ പറ്റും. ഒരു നോർമൽ ഹ്യൂമൻ ബീങ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ചെയ്യുന്നില്ല, നോക്കിക്കൊണ്ടിരിക്കുക, അവിടം വരെ പോകുന്നു. പക്ഷെ ഈ പോക്ക് പോകുമ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിൻ്റെ ഗ്ലോബലായിട്ടുള്ള നമ്മുടെ ആക്സെപ്റ്റൻസും നമുക്കുണ്ടായിരുന്ന ക്രെഡിബിലിറ്റിയും നാശത്തിലേക്ക് പോകുന്നു. അതാണ് 2025 കണ്ട ഏറ്റവും ദുഃഖകരമായ കാഴ്ച.